ചില സ്ഥലങ്ങളിൽ ചെറിയ പകരം പിടിക്കും. ഇവിടെ അങ്ങനെ വിളിച്ചെടുക്കേണ്ടതാണ്. വീട് തോറും ചുറ്റു നടക്കുന്നത് നമുക്ക് തപ്പിൽ എങ്ങോട്ട് സംഗതികളാണ്. മത്തായി 10:15 യോഗ്യരെ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മുടെ പുകയിൽ പെട്ടതാണോ അല്ലെങ്കിൽ പെട്ടുകാണിക്കുന്നത് ചെല്ലുമ്പോൾ അസ്വസ്ഥമായിട്ട് താമസിച്ചു. അതുകൊണ്ട് കാറിപ്പെടുന്ന ആള് ഏക മനസ്സിൽ അത് പഠിപ്പിക്കുന്ന രീതിയിൽ കണ്ടോ ഓരോ സ്ഥലത്ത് കണ്ടുപോയിട്ടുള്ളത് ഇല്ലേ? പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലേറ്റാക്കായിട്ട് വരും. വിശേഷമെല്ലാം പ്രവർത്തിക്കും. കാരണം വചനം മറ്റുള്ളവർക്ക് കൊടുത്തോളുന്ന വിശ്വാസിക്കും. അതുകൊണ്ടാണ് നമുക്ക് 8:12 പറഞ്ഞത് ഞങ്ങൾ തട്ടിക്കൊണ്ടുപോകുന്നത്. നമ്മൾ കൊടുക്കുന്ന അവരെ ആര് തട്ടിക്കൊണ്ടുപോകുന്നു? വിശ്വാസം തട്ടിക്കൊണ്ടുപോകുന്നു. ആദ്യത്തിൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് 2:19 മാതാവിന്റെ കൃപയാണ്. ശക്തമായ മാതാവിന്റെ മധ്യസ്ഥമുണ്ടെങ്കിൽ എല്ലാവരും കേൾക്കും. ആ മാതാവിന്റെ ശക്തമായ കൃപ. അതുകൊണ്ടാണ് മാതാവിൽ തന്നെ ദൈവമാണ്. അതുകൊണ്ട് ഇതൊക്കെ ആക്ടി രഹസ്യമാണ്. ഇതൊക്കെ 1:35-37 മാതാവിൽ കൃപ അത്ര ശക്തിയാണ്. മറ്റവർക്ക് അത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അവര് ബുദ്ധിയിലാണ് ദൈവരാജ്യം എന്നാണ് നമ്മൾ ആത്മാവാണ്. നമ്മൾ ബഹുമുഖജ്ഞാനം ഇന്ത്യക്കാരുടെ ബഹുമുഖജ്ഞാനം മുഴുവൻ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. കർത്താവ് പ്രവർത്തിച്ചോളും, ശക്തിയായി പ്രവർത്തിച്ചോളും. അപ്പൊ ഒരു സ്ഥലത്തല്ല നമ്മളുള്ള പല സ്ഥലങ്ങളും. ലൂക്ക 19:17 പല സ്ഥലത്താണ് കർത്താവ്. വിശ്വസ്തരായിരുന്നാൽ കർത്താവ് ഓരോരോ സ്ഥലം കർത്താവ് നമ്മളെ ഓരോരുത്തരും അധികാരം തരും. ഓരോരുത്തരെ കൊണ്ട് ഓരോ സ്ഥലത്തോട്ട് പ്രതിഷ്ഠിക്കും. കർത്താവിന്റെ പദ്ധതിയാണ്. പിന്നെ നിങ്ങളിൽ നിന്നാണ് അനേകം പ്രബോധിക്കേണ്ടത്. ഓരോരുത്തരിൽ നിന്നാണ്. ഒരിക്കലും ഞാനുള്ള ഭാവം നിങ്ങൾ ഉണ്ടായിട്ടുള്ള ഓരോരുത്തരും. 13-31 ചെറുതിങ്ങനെ വലുതായി മറ്റൊരുമണി വലുതായി അതിന് പ്രവർത്തിച്ചത് നാളെ അറിയണ്ട. മാർക്കോസ് 4:26-29 നിങ്ങൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുക പ്രവർത്തിച്ച്. അപ്പൊ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറിയപ്പെടാത്തവരുടെയും അറിയപ്പെടുന്നതാണോ? എവിടെ ചെന്നാലും അറിയാം കേട്ടോ. അടുത്ത കൊടുക്കുന്നു, നോട്ടീസടിച്ച് കൊടുക്കുന്നു, ഏതെങ്കിലും സൈഡ് കൊടുക്കുന്നു, ഏതെങ്കിലും മാർക്കിലേക്ക് കൊടുക്കുന്നുണ്ട്. ഏതുകൂടെ നമുക്ക് പറയാം എന്ന് പറയാൻ നമ്മുടെ അവിടെ പ്രവർത്തിക്കുന്നത്. അതാണ് ആ 2 കൊറിന്തോസ് 4:6-10 2 കൊറിന്തോസ് 6:4-10 1 കൊറിന്തോസ് 4:9-11 ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കണം. ഏത് സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന്റെ അനുസരിച്ച് 1 കൊറിന്തോസ് 9:19 വായിച്ചാൽ കൊള്ളാം. 23 വരാം. പലർക്കും ജ്ഞാനമില്ലാത്തതുകൊണ്ടാണ് എങ്ങനെ വേണമെന്നൊക്കെ ബുദ്ധിയിൽ ആഗ്രഹിക്കണം. ബുദ്ധി എല്ലാവരും പ്രവർത്തിക്കേണ്ടത് വായിച്ചാൽ ഞാൻ എല്ലാവരിൽ നിന്നും സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. യഹൂദരെ നേടേണ്ടതിന് ഞാൻ അവരുടെ ഇടയിൽ യഹൂദരെ പോലെയായി. നിയമത്തിന് കീഴിലുള്ളവരെ നേടേണ്ടതിന് നിയമത്തിന് വിധേയനല്ലെങ്കിലും ഞാൻ അവരെ പോലെയായി. നിയമത്തിന് പുറമെയുള്ളവരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് നിയമം ഇല്ലാത്തവനെ പോലെയായി. അതേസമയം ഞാൻ ദൈവ നിയമം ഇല്ലാത്തവനായിരുന്നില്ല. പ്രത്യേക ക്രിസ്തുവിന്റെ നിയമത്തിന് അധീനനായിരുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറെ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ആകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇതെല്ലാം ചെയ്യുന്നു. ഇതെല്ലാം ദൈവം സുവിശേഷത്തിന്റെ സത്യം നിലനിർത്താനാണ്. അതാണ് ഗലാത്യർ 2:4-10 പറഞ്ഞത്. സുവിശേഷത്തിന്റെ സത്യം നിലനിർത്താൻ വ്യക്തമാണ് അവരുമായിട്ട് നമ്മൾ ഇവിടെ പറയുക. കാരണം അല്ലെങ്കിൽ സുവിശേഷത്തിന്റെ സത്യം പോകും. അപ്പൊ എല്ലാം 8:28 ഈശോയിൽ വന്നാൽ പിന്നെ എല്ലാം നന്മയ്ക്കായിട്ട് ശക്തനുണ്ട്. സുവിശേഷ സത്യത്തിനായി കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിച്ചു. ഒന്നും അറിയണ്ട. ഈ വചനം, ഈ പുതിയ ഉടമ്പടി, ഈ പാഠമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. എന്നാൽ ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവന്റെ കൈ എന്റെ അടുത്ത ദേശത്ത് തന്നെയുണ്ട്. നിശ്ചയിക്കപ്പെട്ടതുപോലെ മനുഷ്യപുത്രൻ പോകുന്നു. എന്നാൽ അവനെ വെട്ടിക്കൊടുക്കുന്നു ആ മനുഷ്യനെ വിടുക. അവരെ ആരാണ് ചെയ്യാനിരിക്കുന്നതെന്ന് അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി. പിന്നെയാണ് ആരാണ് വലിയവെന്നുള്ളത്. അതിനുശേഷം പത്രോസ് നിഷേധിക്കുന്നു. ശിമയോൻ ഇത് നമ്മളോടാ പറയുന്നത്.
ഈശോ 22 31 തൊട്ട് 34 വനത്തില് അത് നമ്മളോടാ പറയുന്നത്. ഇത് സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിക്കും. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ ഏറ്റവും പ്രാർത്ഥിച്ചു, നീ തിരിച്ച് വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. ശിവൻ പറഞ്ഞ കർത്താവേ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാൻ മരിക്കാൻ തന്നെ ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്ന നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി പോവുകയില്ല. ഇതെല്ലാം ആവശ്യമായിട്ട് നടക്കും. അതെല്ലാം ശക്തിപ്പെടുത്താനാണ് വിശ്വാസം. ഇതാ 1:13-14 വനം അതിനെ ചെന്ന് ധ്യാനിക്കണം. കാരണം വിശ്വാസം വർദ്ധിപ്പിക്കാനാണ് ഇതെല്ലാം അതെല്ലാം ദൈവത്തിന് പ്രക്രിയയാണ്. ഓരോനെ തട്ടുകിട്ടുന്ന വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കാനാണ്. പണവും മതം വരുക. അനന്തരം അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ കാണ്ടമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? ഇത് എവിടെയെങ്കിലും ഇവാഞ്ചലൈസേഷന് പോയാല് ഒന്നിനും കുറവുണ്ടായില്ലെന്ന് പറഞ്ഞത് സാക്ഷികളുമായിട്ട് പറഞ്ഞു. അതിന് ദൈവം അപ്പോ കർത്താവ് എന്നുള്ള ആ കൊണ്ടുപോകും. മത്തായി 9 35-38 ഭവനത്തില് വിലമതിയും വിലക്കാരും ചുരുക്കും. അപ്പൊ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവരും തന്നെ കൗൺസിലിംഗ് റിവയ്ക്ക് വേണ്ടി ശക്തമായ ഒരു പ്രാർത്ഥിക്കണം. കൗൺസിലിംഗ് റിവ ശക്തമായിട്ടുള്ള കൗൺസിലിംഗ് റിവ വരുമ്പോഴാണ് മനുഷ്യന്റെ അതേ മനസ്സിൽ വരുന്നത്. 1 കൊരിന്ത്യസ് 2:15-16 വാക്യത്തിൽ വരുന്നത്. അവിടെയാണ് ഈ കൃപ എന്ന് പറയുന്നത്. 1 കൊരിന്ത്യസ് 15:10 എനിക്ക് കൃപ മാത്രം മതിയെന്ന്. ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്ന കൃപയാണ് ദൈവത്തിന്റെ. 2 കൊരിന്ത്യസ് 12:9 എനിക്കിതിന്റെ കൃപ മാത്രം മതിയായിരുന്നു. അത് കൗൺസിലിംഗ് കൃപ വരുമ്പോൾ ഈശോയുടെ മനസ്സിലായി, ഈശോയെ കൂടുതൽ അറിയും. അവിടെ കൊളോസസ് 2:3 വാക്യത്തിലും 9 വാക്യത്തിലും ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല. 1 കൊരിന്ത്യസ് 3:19 ലൗകിക ജ്ഞാനമല്ല. 1 കൊരിന്ത്യസ് 1:28 1 കൊരിന്ത്യസ് 1:24 കൊളോസസ് 1:19 കൊളോസസ് 15-16 വാക്യം കുറിച്ചും ആവശ്യമായ എല്ലാത്തിനും ഈശോയാണ്. പിന്നെ ശക്തിയാണ്, പിന്നെ വരുന്ന ശക്തിയാണ്. ആദ്യം ദൈവത്തിന്റെ ദയ, ഇബ്രാഹിം 4:16 ദയയും കരുണയും. പിന്നെ വരുന്നത് അതും കൂടി കൃപയാണ്. അതാണ് ആക്ട് 6:8 കൃപയും ശക്തിയും. ഇതെല്ലാം ദൈവം നമ്മുടെ തന്നുകൊണ്ടിരിക്കും. വചനത്തിന് കുറച്ച് കഴിയുമ്പോൾ വിശുദ്ധത്തിന് പുറത്തു വരുമ്പോൾ അതാ 1 കൊരിന്ത്യസ് 4:20 പറയുന്നത്. വാക്കിലെല്ലാം ശക്തിയാണ്. വിശുദ്ധെല്ലാം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ്. അതിനുള്ള കൃപ ദൈവം ചെയ്യും. അതെല്ലാം സംഗ്രഹിക്കാനുള്ള കൃപ. അതാണ് അമ്മയായ മറിയത്തിലുള്ള കൃപ. ലൂക്കാ 2:19 ഇതാണ് പല സ്റ്റേജിലും ഉണ്ടാകുന്ന കൃപയിലോട്ട് വരാം. അച്ഛൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കൃപ എല്ലാവർക്കും ഉണ്ടാകുക. കാരണം പശ്ചാത്തലത്തിനനുസരിച്ചാണ് കൃപ വർദ്ധിക്കുന്നത്. 2 കൊരിന്ത്യസ് 7:9-11 വന്നിട്ടില്ല. ദൈവഹിതത്തോടുള്ള പശ്ചാത്തലം ഇന്ന് കിട്ടാൻ പ്രാർത്ഥിക്കാൻ നല്ല ദിവസമാണ്. വെള്ളിയാഴ്ച ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പാലെഴുതുകയും തപ്പും ഇതെല്ലാം നടത്തുമ്പോൾ ഇന്നപ്പോ ഈ കൃപ ദൈവഹിതത്തോടുള്ള പശ്ചാത്തലത്തിൽ വെക്കിയ ദിവസമാണ്. ആ പീഡനവും ആ കുരിശുള്ള സമയത്ത് അവൻ ഓർക്കുമ്പോൾ നമുക്ക് ആ ദൈവത്തിന്റെ പ്രത്യേക അവ 31 തനയുമെന്ന് ദൈവം അയച്ചത്. അത് ദൈവത്തിന് അസാധ്യമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? ശക്തിപ്പെടുന്ന പുറപ്പാട് 33:19 പറഞ്ഞില്ലേ? പുറപ്പാട് 9:16 ഇഷ്ടമുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നു. അങ്ങനെ അവൻ അവരോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ മടിശീലയോ കാണ്ടമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? അവർ പറഞ്ഞു, ഒന്നിനും കുറവുണ്ടായില്ല. അവൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ മടിശീലമുള്ളവൻ അത് കിട്ടട്ടെ. ആദ്യമുള്ളവന് കാണ്ടവൻ, വാളില്ലാത്തവൻ സ്വന്തം വീട്ടിൽ വാൾ വാങ്ങട്ടെ. ഞാൻ നിങ്ങളോട് പറയുന്നു, അവൻ നിയമജനങ്ങളോടുകൂടി എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. എന്നെ പൂർത്തിയാകേണ്ടിയിരിക്കുന്നത്. എന്നാൽ എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ്. അവർ പറഞ്ഞു, കർത്താവേ, ഇതെവിടെ 2 നാളുണ്ട്. അവൻ പറഞ്ഞു, മതി.
അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒരു മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നീ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവിടെ നിന്ന് ഒരു കലേറിൽ ഒരു മാറിയ വീട്ടിന്മേൽ വീട് പ്രാർത്ഥിച്ചു, പിതാവേ, അങ്ങനെ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നകറ്റണമേ, എന്റെ ഇടമെല്ലാം അവിടുത്തെ ഇടം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ ശബ്ദത്തിൽ നിന്ന് ദൂരം പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ ശ്രേഷ്ഠമായി പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് രക്തത്തുള്ളിയെ പോലെ നിരത്തു വേണം. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ട് അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുന്നത് എന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും. യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുക്കുന്നു. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജനക്കൂട്ടം അവിടെ വന്നു. 12 പേരിൽ ഒരുവനായ യൂദാസാണ് അവരുടെ മുമ്പിൽ നടന്നിരുന്നത്. യേശുവിനെ ചുമലിക്കാൻ അവൻ മുന്നോട്ട് വന്നു. യേശു അവനോട് ചോദിച്ചു, യൂദാസേ, ചുമനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റക്കൊടുക്കുന്നത്? എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കണ്ടപ്പോൾ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ, കർത്താവേ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചു. അവരിൽ ഒരുവൻ പ്രധാന പുരോഹിതന്റെ സേവകനെ വെട്ടി അവന്റെ വലത്ത് ചെവി ഛേദിച്ചു. അത് കണ്ട് യേശു പറഞ്ഞു, നിർത്തു. അവനൊരു യേശു അവന്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോട് പോലെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, അന്ധകാരത്തിന്റെ ആധിപത്യവും. അവർ അവനെ പിടിച്ച് പ്രധാനാചാര്യന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പത്രോസ് അവരെയായി അവനെ അനുഗമിച്ചിരുന്നു. അവർ നടുമുറ്റത്ത് തീക്കുട്ടി അരച്ചിട്ട് ഇരുന്നപ്പോൾ പത്രോസിന് അവരുടെ കൂടെ ഇരുന്നു. അവൻ തീ കഴുകി ഇരിക്കുന്നത് കണ്ട് ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവരോട് കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ പത്രോസ് അവൻ നിഷേധിച്ച്, അവനെ ഞാൻ അറിയുകയില്ലെന്ന് പറഞ്ഞു. അല്പങ്ങളിൽ വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ചു പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവനെ വെളിയേറ്റാനാണല്ലോ. പത്രോസ് പറഞ്ഞു, മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാണ്. അവനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോഴി കൂവി. കർത്താവ് പത്രോസിന് നേരെ തിരിഞ്ഞ് അവനെ നോക്കി, നീ കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിശ്ചയിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. അവൻ പുറത്തുപോയി മനം നിന്ന് കരഞ്ഞു. യേശുവിനെ കാവലിൽ അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവന്റെ കണ്ണുകൾ മൂടിക്കൊണ്ട്, നിന്നെ അടിച്ചവൻ ആരെന്നും പ്രവചിക്കുക എന്ന് പറഞ്ഞു. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. പ്രഭാതമായപ്പോൾ പുരയിലെ പ്രമുഖന്മാരും നിയമക്ഷരം ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം സമ്മേളിച്ചു. അവർ അവനെ തങ്ങളുടെ സംഘത്തിലേക്ക് കൊണ്ടുവന്നു പറഞ്ഞു, നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. അവർ അവരോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരികയില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്ര ദൈവശക്തിയുടെ വലത്തുവശത്തിലും. അവൻ എല്ലാവരും കൂടെ ചോദിച്ചു, അങ്ങനെയെങ്കിൽ നീ ദൈവത്വനാണോ? അവൻ പറഞ്ഞു, നിങ്ങൾ ഇതിനെ പറയുന്നുവല്ലോ ഞാൻ ആണെന്ന്. അവർ പറഞ്ഞു, ഇനി നമുക്ക് നേരെ സാക്ഷ്യമെന്തിന്? അവന്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ടു കഴിഞ്ഞു. എല്ലാവർക്കും കണറടച്ചു വെച്ചു. ദൈവത്തിലുള്ള പശ്ചാത്തലം ഈ ദിവസം ഈശ്വരന്റെ സഹനം അനുഭവിച്ച ദുരാനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം, കുരിശു മരണത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഈ സമയം, കുരിശിൽ കടക്കുവാൻ പോവുകയാണ് സാധനം. എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി ഈശോ തന്റെ ശരീരം ഏറ്റവും മാസം നമുക്ക് തന്നു കുറിച്ചിരുവാൻ അവസാനം അത് ആ കൂടാശയെ നമുക്ക് തന്ന ശേഷം ആ കുരിശിലോട്ട് 3 ആളുകളാൽ നടത്തപ്പെടുവാനായിട്ട് തയ്യാറെടുക്കും. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുക്കുകയും പൗലോസ് 1:24 പറയുന്നു, ഈ പീഡനങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി ഏറ്റെടുക്കണം. ഈശോയെ ഈ നിമിഷം ഒരു സിനിമ